വരണമെന്നാണ് നാട്ടുകാരെ അഭിപ്രായം. വരണമെന്നാണ്. എന്താണ് അത് നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ആണെങ്കിൽ രാഷ്ട്രീയ ഫൈറ്റ് നടക്കും ബേപ്പൂരൊപ്പം. മുഹമ്മദ് റിയാസിനായിട്ടുള്ള ഒരു ഫൈറ്റ്, നല്ലൊരു ഫൈറ്റ്. CPF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലല്ലേ ബേപ്പൂര്? അതെ, അതിനൊരു മറികടക്കണ്ടേ. എപ്പോഴും മറ്റേ ബേപ്പൂർ മണ്ഡലം പോയില്ലേ, മറ്റേ കോർപ്പറേഷൻ പോയില്ലേ, അതേപോലെ എല്ലാ സ്ഥലത്തും ഒരു ഫൈറ്റ് നടക്കട്ടെ. അൻവർ വരണ്ടെന്ന് നമ്മളെ അഭിപ്രായം. എന്തോനെ കൊണ്ട് കോണറില് അൻവർ ഇതുവരെ ആരെ പാർട്ടിയിൽ നിന്നത്? അതിനോട് താല്പര്യമില്ല. ഇല്ല. PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ അസോസിയേറ്റ് അംഗമായി തീരുമാനിച്ചതിന് പിന്നാലെ കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതലാണ് ഇവിടെ ഇത്തരത്തിലൊരു ഫ്ലെക്സ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മണ്ഡലം CPM-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലമാണ്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ഇവിടേക്ക് PV അൻവർ വന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ ഒരു മാറ്റം വരും എന്നുള്ള ഒരു നിഗമനം UDF-ലെ പല നേതാക്കൾക്കുമുണ്ട്. പക്ഷേ ഇവർ ഇത് പരസ്യമായി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലൊരു ആവശ്യം ശക്തമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേപ്പൂരിലേക്ക് PV അൻവർ വരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. നിലവിൽ ഈ ഫ്ലെക്സിൽ പാർട്ടിയുടെ പേരോ മറ്റോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതമെന്ന അജ്ഞാതമായ ഒരു ഫ്ലെക്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇത് ആരാണ് വെച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ല. ഏതായാലും നേരത്തെ PV അൻവർ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച കാര്യം, പിണറായി സത്തിനെതിരെയും ഒപ്പം തന്നെ മരുമോൻ സത്തിനെതിരെയും മത്സരിക്കാൻ ബേപ്പൂരിലേക്ക് വരാൻ തയ്യാറാണ് എന്നുള്ളതായിരുന്നു. അത് പരസ്യമായി PV അൻവർ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ UDF-ലേക്ക് വന്നതോടുകൂടിയാണ് ഇവരുടെ ഒരു ഫ്ലെക്സും കൂടെ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ PV അൻവറിന്റെ ഒരു ഫ്ലെക്സ് ബേപ്പൂര് വന്നിട്ടുണ്ട്. എന്താണ്, PV അൻവർ വരും അങ്ങോട്ട്? PV അൻവർ വരുന്നതിനോടാണ് ജനങ്ങൾക്ക് താല്പര്യം എന്നാണ് നമ്മളെ ഫ്ലക്സിലൂടെ കാണാൻ പറ്റുന്നത്. കുറച്ചു കാലമായിട്ട് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെതിരെ കിട്ടുന്ന ഒരു ആയുധമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വലിയൊരു മത്സരത്തിന് പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ആളുകൾ PV അൻവർ വരുന്നതിനോട് താല്പര്യം കാണിക്കുന്നത്. പൊതുജനാഭിപ്രായത്തിൽ PV അൻവർ വരുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു താല്പര്യമുണ്ട്. കാരണം നല്ലൊരു ഫൈറ്റ് കേരളത്തിൽ മുഴുവനും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമാവുമെന്നും അതേപോലെ തന്നെ അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരത്തെ തീർച്ചയായിട്ടും അത് കാണിക്കുമെന്നാണ് ഒരുവിധം അഭിപ്രായം വരുന്നത്. തീർച്ചയായിട്ടും എന്താണ്, PV അൻവർ വരും തോന്നുന്നുണ്ടോ അങ്ങോട്ട്? PV അൻവർ വരണം. ഇവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വരവ് നല്ലൊരു ഗുണം ചെയ്യുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ്, PV അൻവർ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, എന്താണ്, വരുമോ? വരണമെന്നാണ് നാട്ടുകാരെ അഭിപ്രായം. വരണമെന്നാണ്. എന്താണ്, അത് നല്ലൊരു വ്യക്തിയാണ്. പിന്നെ ആണെങ്കിൽ രാഷ്ട്രീയ ഫൈറ്റ് നടക്കും ബേപ്പൂരൊപ്പം. മുഹമ്മദ് റിയാസിനായിട്ടുള്ള ഒരു ഫൈറ്റ്, നല്ലൊരു ഫൈറ്റ്. CPF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലല്ലേ ബേപ്പൂര്? അതെ, അതിനൊരു മറികടക്കണ്ടേ. എപ്പോഴും മറ്റേ ബേപ്പൂർ മണ്ഡലം പോയില്ലേ, മറ്റേ കോർപ്പറേഷൻ പോയില്ലേ, അതേപോലെ എല്ലാ സ്ഥലത്തും ഒരു ഫൈറ്റ് നടക്കട്ടെ. അതാണ് നിങ്ങളുടെ അഭിപ്രായം? എന്താ നിങ്ങളെ ഒരു അഭിപ്രായം? PV അൻവർ വരും അങ്ങോട്ട്? എനിക്കറിയില്ല അതിനെ പറ്റി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ, PV അൻവർ വരണമെന്നാണോ? PV അൻവർ വരണ്ടെന്ന് നമ്മളെ അഭിപ്രായം. എന്തോനെ കൊണ്ട് കോണറില് അൻവർ ഇതുവരെ ആരെ പാർട്ടിയിൽ നിന്നത്? അതിനോട് താല്പര്യമില്ല. ഇല്ല. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഈ ഒരു ബേപ്പൂർ മണ്ഡലത്തിൽ നിലവിലുള്ളത്. കൂടുതൽ ആളുകളോട് നമുക്കിതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടാമെന്ന് കരുതുന്നു. ഇന്ന് രാവിലെ മുതലാണ് ആളുകളും ഈ ഭാഗത്ത് ഇത്തരത്തിലൊരു ഫ്ലെക്സ് കണ്ടു തുടങ്ങിയത്. ഇവിടെ സജീവമായി ഉള്ള ഒരു ചായക്കട ഉൾപ്പെടെയുണ്ട്. എന്താണ്, ഒരു ഫ്ലെക്സ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഉണ്ട്. PV അൻവർ വരുമോ? മിനിയാന്ന് മുതലോ? അത് പറയാൻ പറ്റില്ല. ഇലക്ഷനല്ലേ. ജയം സിറ്റിംഗ് MLA ആണ്, ഇവിടുത്തെ മന്ത്രിയും കൂടാണ്. എന്താ നല്ലത്, ഇലക്ഷൻ വന്നിട്ട് നോക്കാം നമുക്ക്. നിങ്ങളൊരു അഭിപ്രായത്തിൽ എന്താ, PV അൻവർ വരണോ? വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, വന്നിട്ട് ബുദ്ധിമുട്ടുമില്ല. എന്നാലും നമ്മളെ MP മന്ത്രിയും കൂടെ അല്ലേ, ഇവിടുത്തെ മന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഏതായാലും ഒരു മത്സരം നടക്കും അത്രേ.
അത്തരമൊരു നിഗമനം തന്നെയാണ് യു ഡി എഫിന് ഇടയിലും ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പരസ്യമായ ഒരു പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട യു ഡി എഫിന്റെ ഇടയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും പി വി അൻവർ ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ആവശ്യം അടിത്തട്ടിൽ ശക്തമാണ് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ചും ഇത് ഒരു സിറ്റിംഗ് സീറ്റാണ് സി പി എമ്മിന്റെ. അതുകൊണ്ട് തന്നെ ഇത് പി വി അൻവറിന് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് പി വി അൻവറിന് തന്നെ നൽകാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നുണ്ട്. പി വി അൻവർ ഇങ്ങോട്ട് വന്നാൽ ശക്തമായ ഒരു മത്സരം നടക്കുമെന്നും ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവർ കരുതുന്നത്. കഴിഞ്ഞ തവണ എൽ ഡി എഫിന്റെ ഒരു വോട്ട് പരിശോധിച്ചാൽ 1340 വോട്ടിന്റെ മുൻതൂക്കം മാത്രമാണ് എൽ ഡി എഫിനുള്ളത്. അപ്പോൾ ഇത് മറികടക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് അടിത്തട്ടിലുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പി വി അൻവർ പറയുന്നത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും സ്വീകരണം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്തിമമായ ഒരു തീരുമാനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.